എനിക്ക് ഒരുപാട് കാശൊന്നും ആയിട്ടില്ല. ഞാൻ ഈ കിടന്ന് ജാട എടുത്ത് വിളിച്ചു പറയുന്ന പോലൊന്നും അല്ല. കുറച്ച് കാശൊക്കെ ഉള്ളു എനിക്ക്. കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വന്തം ഭർത്താവിനെ പ്രണയിച്ചോ? മറ്റുള്ളവരെ പ്രണയിക്കുന്നതിനെ പറ്റി ഞാനൊന്നും ശരിയായിട്ടൊന്നും ഞാൻ പറയത്തില്ല. 2, 3, 10 പേരെ പ്രണയിക്കട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ. നമ്മൾ ആരെങ്കിലും പറഞ്ഞ പിടിച്ചിരിക്കാൻ പറ്റുമോ? ദയവ് ചെയ്ത് നിങ്ങൾ ആരും എന്നോട് കടം ചോദിക്കല്ലേ, എനിക്ക് അത്രയ്ക്ക് പൈസയൊന്നും ഇല്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞ അവനവൻ പാര. നല്ല അഭിപ്രായം. നിന്റെ ഭാര്യ വേറൊരാളെ പ്രണയിച്ചാൽ എന്താണ് നിന്റെ അഭിപ്രായം? രേണു സുധിയെ പോലെ ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട്. അതിനുവേണ്ടി എക്സ്പോസ് ചെയ്യണോ? റെഡി. അവൻ്റെ ഭാര്യ ഹാപ്പി ഉണ്ടാവില്ല. മേടിക്കുന്നതിനേക്കാൾ വളരെ ചുരുങ്ങിയ എമൗണ്ട് മാത്രമാണ് രേണു വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് രേണുവിന് ഇത്രമാത്രം ഓഫറുകൾ കിട്ടുന്നത്. നല്ലതാണ്, അതും പ്രണയമല്ലേ. സ്വന്തം ഭർത്താവിനെ മാത്രം പ്രണയിച്ചാൽ പോരാ, മറ്റുള്ളവരൊക്കെ ഒന്ന് പ്രണയിക്കുന്നേ, അതും നല്ലതാണ്, അതും പ്രണയമാണ്. നല്ലത്. കല്യാണം കഴിഞ്ഞ സ്ത്രീ മറ്റൊരാളെ പ്രണയിച്ചാൽ കുഴപ്പമുണ്ടോ? മറ്റൊരു ഭർത്താവിനെ പ്രണയിച്ചാൽ കുഴപ്പമുണ്ടോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണു സുധി ഒരുപാട് കോടീശ്വരിയായി എന്ന് കരുതിക്കൊണ്ട് രേണുവിനോട് കടം ചോദിക്കുന്നവരോട് ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് കേട്ടോ രേണു എത്തിയിരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ആരും എന്നോട് കടം ചോദിക്കല്ലേ, എനിക്ക് അത്രയ്ക്ക് പൈസയൊന്നും ഇല്ല. ഞാനാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഷോ കാണിച്ച് നടക്കുന്നുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് രേണുവിൻ്റെ ഉദ്ഘാടനങ്ങളും, രേണു അവിടുത്തെ ബ്രാൻഡ് അംബാസിഡർ ആവുന്നു, ഇവിടുത്തെ ബ്രാൻഡ് അംബാസിഡർ. ഇവങ്ങൾ കേരളത്തിലും ഇന്ത്യയിലൊന്നും അല്ല, അങ്ങ് ദുബായിലും ഖത്തറിലും ഒക്കെയാണ് ആളിങ്ങനെ ഓടി നടന്ന്, ഓരോ മസ്കറ്റിലൊക്കെയാണോ ഓടി നടന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ മൊബൈലിരുന്ന് കാണുന്നവർ രേണുവിൽ പൈസ ഉണ്ടാകും എന്നൊക്കെ കരുതിക്കൊണ്ട് രേണുവിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നു. പൈസ ഉണ്ടാകും, ബ്രാൻഡ് അംബാസിഡറൊക്കെ ആവുമ്പോൾ പൈസയൊക്കെ കിട്ടും. പിന്നെ ഇവിടുത്തെ പോലെ ഒന്നല്ല, പുറത്തൊക്കെ നല്ല എമൗണ്ട് കിട്ടും. ഇവിടെയാണ് ചെറിയ ചെറിയ എമൗണ്ടൊക്കെ കൊടുക്കുന്നത്. രേണു പൊതുവെ വളരെ കുറച്ച് എമൗണ്ടൊക്കെയാണ് മേടിക്കാറ്. പുറത്താവുമ്പോൾ സാധാരണ ഒരു സെലിബ്രിറ്റിക്ക് നാട്ടിൽ കിട്ടുന്ന പൈസ ആയിരിക്കാം ഒരുപക്ഷെ രേണുവിന് പുറത്ത് കിട്ടുന്നുണ്ടാവുക, നമുക്കറിയില്ല. എങ്കിലും കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ടാണ് രേണു സുധിക്ക് ഇത്രമാത്രം ഇനോഗ്രേഷൻസ് കിട്ടുന്നത്. വളരെ കുറച്ച് എമൗണ്ടാണ് രേണു വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം കൊളാബറേഷനും ഇനോഗ്രേഷനും ഒക്കെ കിട്ടുന്നത്. അങ്ങനെ രേണു സുധിയോട് കടം ചോദിക്കുന്നവരോട് ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് കേട്ടോ രേണു എത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്നോട് ഒരുപാട് പേര് കടം ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ സെറ്റിൽ ആകുന്നതേ ഉള്ളൂ. ദയവ് ചെയ്ത് എനിക്ക് ഒരുപാട് കാശൊന്നും ആയിട്ടില്ല. ഞാൻ ഈ കിടന്ന് ജാട എടുത്ത് വിളിച്ചു പറയുന്ന പോലൊന്നും അല്ല. കുറച്ച് കാശൊക്കെ ഉള്ളു എനിക്ക്. കടം കൊടുക്കാനൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. എന്നാലും അത്യാവശ്യം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വിഷമം വരും. ഇപ്പോൾ ഞാൻ കൊടുക്കും കേട്ടോ, കൊടുക്കാറില്ല, നല്ല കൊടുക്കും. പക്ഷെ ഞാൻ അത്ര സ്റ്റെബിലിറ്റി ആവുന്നതേ ഉള്ളൂ, ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ദൈവസഹായിച്ചാവട്ടെ. ഇതാണ് അവനവൻ പാര എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമുക്ക് ഇത്രയും പൈസയുണ്ട്, നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ അങ്ങനെയാണെന്നൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ നാട്ടുകാർ വിചാരിക്കും നമ്മുടെ കയ്യിൽ ഭയങ്കര പൈസയാണ്, നമ്മൾ ഭയങ്കര പൈസക്കാരാണെന്ന്. അപ്പോൾ ഇവരൊന്ന് കടം ചോദിക്കുമ്പോഴാണെങ്കിൽ മനസ്സാക്ഷിയുള്ളവർക്ക് കയ്യിലുണ്ടായിട്ട് ഇല്ലെന്ന് പറയാനും പറ്റൂല, കൊടുത്തും പോകും. നമ്മുടെ പേഴ്സിലാണെങ്കിൽ അധികം പൈസ ഉണ്ടാവത്തില്ല. അങ്ങനൊരവസ്ഥ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവനവൻ പാര. ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മൾ രേണു സുധിയെ അറിഞ്ഞു തുടങ്ങിയത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഓരോ മീഡിയാസും രേണു ചെയ്യുന്ന ഷോർട്ട് മൂവി ആണെങ്കിലും ഷോർട്ട് ഫിലിംസും എല്ലാം നമ്മളിലേക്ക് എത്തിച്ച് രേണു എന്താ ഇങ്ങനെ ചെയ്തിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിലേക്ക് എത്തിയ രേണുവിനെയാണ് നമ്മൾ അറിയുന്നത്. അതെല്ലാം കഴിഞ്ഞ് റിയൽ രേണു എന്താണെന്നുള്ളത് ബിഗ് ബോസ് വീടിനകത്തേക്ക് രേണു പോയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയാണ്. ഒരുപാട് പോസിറ്റീവ്, നെഗറ്റീവ്സ് പറഞ്ഞവർ പോലും പോസിറ്റീവ് പറഞ്ഞ് രേണുവിന് അത്രമാത്രം വോട്ടുകൾ, എനിക്ക് നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ് കേട്ടോ. രേണുവിന് അത്രമാത്രം സപ്പോർട്ട് കിട്ടുന്നവരുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ഇടുമ്പോഴാണെങ്കിൽ പോലും അതിൻ്റെ അണ്ടറിലാണെങ്കിലും നമുക്ക് വരുന്ന ഓരോ റെസ്പോൺസ് കണ്ട് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്. രേണുവിന് അത്രമാത്രം പോസിറ്റീവ് ഉണ്ടായിരുന്നു, രേണുവിന് അത്രമാത്രം സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ രേണു പുറത്തിറങ്ങി വീണ്ടും പഴയ ലൈഫിലേക്ക് രേണു പോയപ്പോഴാണ് രേണുവിന് നെഗറ്റീവ്സ് കൂടി തുടങ്ങിയത്. അതിൻ്റെ ഒരു 99% വേണ്ട പോട്ടെ, ഒരു 90% കാരണം ഈ മീഡിയാസാണ്. അവർ ചോദിക്കുന്ന ഒരുമാതിരത്തെ ചോദ്യങ്ങളുണ്ടല്ലോ, എന്നാൽ അതിന് ഉത്തരം കൊടുക്കാൻ പറ്റിയ ആൾ രേണു ഇങ്ങനെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലൊരു ഉത്തരവും കൊടുക്കും. അപ്പോൾ അവർക്ക് തരവും. അമ്മാതിരി ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരുത്തം വന്നിട്ടുണ്ട് കേട്ടോ. പുതിയതാന്ന് തോന്നണു, കണ്ടിട്ടില്ല, നമുക്ക് നോക്കാം. അവൻ ചോദിക്കുന്ന ചോദ്യവും രേണു കൊടുക്കുന്ന ഉത്തരവും നമുക്ക് കേൾക്കാം. കല്യാണം കഴിഞ്ഞതിന് ശേഷം മറ്റൊരാളെ പ്രണയിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. നിന്റെ ഭാര്യ വേറൊരാളെ പ്രണയിച്ചാൽ എന്താണ് നിന്റെ അഭിപ്രായം? അങ്ങനെ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടതായിരുന്നു. എന്തോ അത് ചോദിച്ചില്ല. കഴിഞ്ഞതിന് ശേഷം സ്വന്തം ഭർത്താവിനെ പ്രണയിച്ചോ? മറ്റുള്ളവരെ പ്രണയിക്കുന്നതിനെ പറ്റി ഞാനൊന്നും ശരിയായിട്ടൊന്നും ഞാൻ പറയത്തില്ല, ശരിയാണെന്ന് ഞാൻ പറയത്തില്ല. അത് അവനവന്റെ ഇഷ്ടമാണ്. അവിടെയും പ്രണയമാണോ വരുന്നത്? പ്രണയം പ്ലസ് വേറെ എന്തെങ്കിലും കൂടെ വരും. യെസ്, അത് തന്നെ. അപ്പൊ അത് നല്ലതാണെന്നാണ് അവൻ പറയുന്നത്. നല്ല കാര്യമാണ് കേട്ടോ. അപ്പൊ ഈ പുള്ളിക്കാരൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ, ഭാര്യ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ പ്രണയിക്കുന്നത് ഈ പുള്ളിക്ക് കുഴപ്പമില്ല, പുള്ളി ഹാപ്പിയാണ്.
നല്ലതാണ്, അതും പ്രണയമല്ലേ. സ്വന്തം ഭർത്താവിനെ മാത്രം പ്രണയിച്ചാൽ പോരാ, മറ്റുള്ളവരൊക്കെ ഒന്ന് പ്രണയിക്കുന്നേ അതും നല്ലതാണ്, അതും പ്രണയമാണ്, നല്ലതാണെന്നാണ് ഈ പുള്ളി പറയുന്നത്. നല്ല ചോദ്യം ആയതുകൊണ്ടാണല്ലോ അവൻ രേണുവിനോട് ചോദിക്കുന്നേ അല്ലേ. അവന്റെ ഭാര്യ ഹാപ്പി ഉണ്ടാവുമല്ലോ, പറയണ്ട. അത് ആ സാധനം കൂടെ വരുമ്പോഴാണ് അവിടെ അങ്ങനെ അത് തെറ്റാണോ ശരിയാണെന്ന് ഞാൻ പറയുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സാണ്. അവർക്ക് ശരിയെന്ന് തോന്നുന്നു അവർ ചെയ്യും, അവർക്ക് തെറ്റെന്ന് തോന്നുന്നു ചെയ്യാതിരിക്കും, അത്രേ ഉള്ളൂ. അല്ല ഞാൻ പറഞ്ഞിട്ട് ഇതിന്റെ ആവശ്യമില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളൊന്ന് പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വീക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ. ആരും പെർഫെക്റ്റ് അല്ല. ഈ ചോദ്യം ചോദിച്ചവനാണെങ്കിലും ഈ ഉത്തരം പറയുന്ന രേണു അത് പറയുന്നുണ്ട്, ആരും അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നും അല്ല. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അവൻ എന്ത് ഉത്തരമായിരുന്നു വേണ്ടിയിരുന്നേ. എന്തായാലും രേണു അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്, അവിടെ തൊടിയിക്കേണ്ട ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇവനെന്താ 2-3 പ്രണയിച്ചാൽ എന്താ കുഴപ്പമെന്ന്? പ്രണയമല്ലേ, നല്ലതല്ലേ, എല്ലാരും അങ്ങോട്ട് പ്രണയിക്കേ. വീട്ടിൽ പോയിട്ട് അമ്മയടുത്തും പെങ്ങളടുത്തും ഭാര്യടുത്തൊക്കെ പറ എല്ലാരും പ്രണയിക്കാൻ. തന്നെ അത് അവരുടെ ഇഷ്ടമല്ലേ, നമ്മൾ ആരെങ്കിലും പറഞ്ഞ പിടിച്ചിരിക്കാൻ പറ്റൂല. നമ്മുടെ മനസ്സിൽ എത്ര പേരോട് പ്രണയം കാണും, നമ്മളത് തുറന്നു പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ തന്നെ നമുക്ക് എത്ര പേരോട് പ്രണയം കാണും, നമ്മുടെ എല്ലാവരുടെ മനസ്സിന്റെ കാര്യം പറയാം അല്ലേ. അവനവന്റെ താല്പര്യം, അവനവന്റെ എന്താ പറയാ മനസ്സ് കപ്പാസിറ്റിയാണ്. അതൊന്നും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ആരെയും തിരുത്താനൊന്നും പറ്റില്ല. നമ്മള് ന്യൂസിലൂടെയൊക്കെ കാണുന്നില്ല, നമ്മൾ ഞെട്ടിപ്പോകുന്നില്ലേ ഓരോ പ്രണയവും ദുരന്തവും കഥകളൊക്കെ കേൾക്കുമ്പോൾ. അത് കഴിഞ്ഞല്ലേ നമ്മൾ അറിഞ്ഞു സംഭവം ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയാം. പ്രണയത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രണയത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിനെന്റെ പ്രണയം എന്താ? ഇവൻ എന്തൊക്കെയോ കാര്യങ്ങൾ രേണുവിന്റെ നാവിൽ നിന്നും അറിയാനുണ്ട്. രേണുവിനോട് ചോദിക്കുകയാണ്, കല്യാണം കഴിഞ്ഞ സ്ത്രീ മറ്റൊരാളെ പ്രണയിച്ചാൽ കുഴപ്പമുണ്ടോ, മറ്റൊരു ഭർത്താവിനെ പ്രണയിച്ചാൽ കുഴപ്പമുണ്ടോ, ഒരാളെ തന്നെ, ഒരു സ്ത്രീ തന്നെ 2-3 ആൾക്കാരെ പ്രണയിച്ചാൽ കുഴപ്പമുണ്ടോ? ഇമാതിരി ചോദ്യങ്ങളുമായിട്ടാണ് ഇവൻ വരുന്നത്. ഇങ്ങനെയുള്ള മീഡിയാസാണ് രേണുവിനെ മോശക്കാരിയാക്കിയിട്ട് നമ്മുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത്, പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് എല്ലാ യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും എടുത്തിട്ട് അതിനെക്കുറിച്ച് രേണു ഇങ്ങനെ പറഞ്ഞു, രേണു അങ്ങനെ പറഞ്ഞു വീഡിയോ ചെയ്യും. ഇത് കൂടുതലായിട്ട് ഞാൻ രേണുവിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവന്മാർ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടല്ല രേണുവിന് അങ്ങനെ ഉത്തരം പറയേണ്ടി വരുന്നത്. രേണു ഇതിനകത്ത് വളരെ മാന്യമായിട്ടുള്ള ഉത്തരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്നെ കേട്ടില്ല, നിങ്ങളോടാണ് ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ എന്തായിരിക്കും റിപ്ലൈ കൊടുക്കുക? എനിക്ക് ഇത് കണ്ടപ്പോൾ രേണുവിന് അത്രയും കുറ്റം പറയാനായിട്ടൊന്നും തോന്നിയില്ല. ആ വ്യക്തിയെ ചൂഷണം ചെയ്യുന്ന പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. റിയൽ രേണു എന്താന്നുള്ളത്, അതായത് യഥാർത്ഥ രേണു എന്താന്നുള്ളത് നമ്മൾ ബിഗ് ബോസ് വീടിനകത്തേച്ച് കണ്ടതാ. ഈ മീഡിയാസിലൂടെ വരുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ നമ്മുടെ കണ്ണാലെ കണ്ടതല്ലേ. ആ രേണുവിനെ നമ്മൾ വിശ്വസിച്ചാൽ പോരെ. പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു. പിന്നെ അവരുടെ ഓരോരുത്തർക്കും ഓരോരോ ലൈഫ് ഉണ്ട്. ആ ലൈഫ് എങ്ങനെ ജീവിച്ച് തീർക്കണമെന്ന് അവനവൻ അറിയാം. രേണുവിന്റെ ലൈഫ് ജീവിച്ച് തീർക്കാൻ ആഗ്രഹിക്കുന്ന അത്തരത്തിലാണെങ്കിൽ അങ്ങനെ ജീവിച്ച് തീർക്കട്ടേന്നേ. ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ഓരോ കണ്ടസ്റ്റൻസിന്റെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ കിട്ടിയതിലും ഏറ്റവും നല്ലൊരു ലൈഫാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓഫറുകളാണ് രേണുവിന് കിട്ടിയിരിക്കുന്നത്. എത്ര പേരാണ് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നത്, അല്ലെങ്കിൽ തന്റെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോയിരിക്കുന്നത്. രേണു തന്റെ പഴയ ജോലിയും ചെയ്യുന്നുണ്ട്, കൂടാതെ കൂടുതൽ ഓഫറുകൾ രേണുവിനെ തേടി വരുന്നു. ഇവിടെ മാത്രമല്ല, പുറത്തും രേണുവിന് ഒരുപാട് ഓഫറുകൾ കിട്ടുന്നുണ്ട്. രേണുവിന്റെ ജീവിതം കൈപിടിച്ച് ഉയർത്തുന്നതിനോടൊപ്പം തന്നെ അവർക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രേണുവിന് ഇത്ര നല്ല ഓഫർ കിട്ടുന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് മേടിക്കുന്നതിനേക്കാൾ വളരെ ചുരുങ്ങിയ എമൗണ്ട് മാത്രമാണ് രേണു വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് രേണുവിന് ഇത്രമാത്രം ഓഫറുകൾ കിട്ടുന്നത്. അതും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കാനും രേണുവിന് അറിയാം. പിന്നെ ഇങ്ങനെയുള്ള മീഡിയാസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് രേണു ഇങ്ങനെ എന്നുള്ളൊരു മറുപടി കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബെനഫിറ്റ് ഉണ്ട്. ആ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ രേണുസുതി ആവാൻ വേണ്ടിയിട്ട് എത്ര പേരാ നടക്കുന്നതെന്നറിയോ? രേണുസുതിയെ പോലെ ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട്. അതിനുവേണ്ടി എക്സ്പോസ് ചെയ്യണോ? റെഡി. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം? പക്ഷേ അവർക്കൊന്നും ഇല്ലാത്തൊരു കാര്യമുണ്ട്, മീഡിയ സപ്പോർട്ട്. രേണുവിൽ ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് പേര് രേണു ആകണം എന്ന് പറഞ്ഞു വരുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. വരുന്ന പോലെ വരട്ടെ, നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും